നമസ്കാരം. എഡ്യൂത്രസ്റ്റിൻ്റെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് 8ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ആദ്യമായി ക്ലാസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനലിലുള്ള പ്ലേലിസ്റ്റിലുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നവയാണ്. അതെല്ലാം കണ്ട് നോട്ട് തയ്യാറാക്കുക. കൂടാതെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പിൽ സൗജന്യമായി ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിൽ വരുന്നവർക്ക് ദിവസവും ഫ്രീ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, ക്വിസസ് ഉണ്ടാവും. കൂടാതെ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ അവിടെ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഒക്കെ ഷെയർ ചെയ്യാം. അങ്ങനെ കുറെ കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, എ ഗ്രാസ് വിഡോ മീൻസ് എ യങ് widow who has illicit relation with a man, a working old woman, a woman whose husband is temporarily away from her. ഉത്തരം, a woman whose husband is temporarily away from her. ഭർത്താവ് അടുത്തില്ലാത്ത ഒരു സ്ത്രീയെയാണ് ഗ്രാസ് വിഡോ എന്ന് വിളിക്കുക. To make able means ability, disable, capacity, enable. ഉത്തരം, enable. To make able, able ആക്കുക, enable. He always makes castles in the air means he used to make castles. He would dream of making castles in the air. He often dream of things to be done in the air. He often dreams of things impossible to happen. ഉത്തരം, he often dreams of things impossible to happen. നടക്കാത്ത സ്വപ്നങ്ങൾ, ദിവാസ്വപ്നം കാണുക എന്നുള്ള അർത്ഥത്തിലാണ് he always makes castles in the air. ആകാശ കൊട്ടാരം, മനക്കോട്ട കെട്ടുക എന്നൊക്കെ നമ്മൾ പറയുന്നു. On and off he visited his friend means he visited, always, rarely, very often, never. ഉത്തരം, വെരി ഓഫൻ. ഓൺ ആൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ സുഹൃത്തിനെ പോയി കണ്ടിരുന്നു എന്നാണ്. ഓൺ ആൻഡ് ഓഫ്, വെരി ഓഫൻ, സ്ഥിരമായി. ഇവിടെ ഓൾവേസ് വരില്ല. ഓൾവേസ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എന്നാണ്. ഇവിടെ ഇടയ്ക്കിടെ എന്നുള്ള അർത്ഥത്തിലാണ് ഓൺ ആൻഡ് ഓഫ്. വെരി ഓഫൻ, ഇടയ്ക്കിടെ. ടു ഗെറ്റ് എ വിൻഫോൾ മീൻസ് ടു എക്സ്പീരിയൻസ് സോറോ, ടു ബി ഇൻ ഡിപ്രഷൻ, ടു ഗെറ്റ് ആൻ അൺഎക്സ്പെക്റ്റഡ് ഫോർച്യൂൺ, ടു ഏൺ എ ബാഡ് നെയിം. ഉത്തരം, ടു ഗെറ്റ് ആൻ അൺഎക്സ്പെക്റ്റഡ് ഫോർച്യൂൺ, പ്രതീക്ഷിക്കാതെ ലഭിക്കുന്ന സൗഭാഗ്യം, അപ്രതീക്ഷിതമായി ലഭിക്കുന്ന സൗഭാഗ്യത്തെയാണ് ടു ഗെറ്റ് എ വിൻഫോൾ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Though bodily outnumbered, the soldiers decided to make a dash effort to save the city. Last hall, last ditch, last cannon, last train. ഉത്തരം, ലാസ്റ്റ് ഡിച്ച് എഫേർട്ട്. ഡിച്ച് എന്നാൽ ഒരു കിടങ്ങ് അല്ലെങ്കിൽ ഒരു ചാനൽ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷനുമായി തന്നെ നമുക്കത് കണക്ട് ചെയ്യാം. ഒരു യുദ്ധത്തിൽ ശത്രുപക്ഷത്തിന്റെ മുന്നേറ്റം തടയാൻ വേണ്ടിയിട്ടാണ് കിടങ്ങുകൾ കുഴിക്കുക. അപ്പോൾ ഏറ്റവും അവസാനത്തെ കിടങ്ങ് വരെ ശത്രുക്കൾ എത്തി, ഇനിയും വേറെ രക്ഷയൊന്നുമില്ല. അപ്പോൾ ആ കിടങ്ങിൽ ഇരുന്നുകൊണ്ട് അവസാനത്തെ ഒരു ശ്രമം. അപ്പോൾ ലാസ്റ്റ് ഡിച്ച് എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ, ലാസ്റ്റ് എഫേർട്ട്. The idiom to eat the humble pie means to apologize in a humble manner, to eat beyond one's capacity, eat nothing, eat delicious food. ഉത്തരം, to apologize in a humble manner, താഴ്മയായി ക്ഷമ ചോദിക്കുന്നതിനാണ് to eat the humble pie എന്ന് അർത്ഥമാക്കുന്നത്. To eat like a horse means eat too much, eat nothing, eat others' food, steal the food of others. ഉത്തരം, eat too much, ഒരു കുതിരയെ പോലെ കഴിക്കുക, ഭക്ഷിക്കുക. eat too much. Meaning of chicken feed: a very small money, a huge money, food for thought, none of these. ചിക്കൻ ഫീഡ് എന്നാൽ എ വെരി സ്മോൾ മണിയാണ്. ഇത് കോഴിക്ക് തീറ്റ വാങ്ങാൻ പോലും ഇല്ലല്ലോ എന്ന് നമ്മൾ പറയാറുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ചിക്കൻ ഫീഡ് എന്നാൽ എ വെരി സ്മോൾ മണി. മീനിങ് ഓഫ് കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്: വാർ ഹീറോ, വെരി എക്സ്പെൻസീവ്, സീൻ ഇൻ ദ ബാറ്റിൽ ഫീൽഡ്, വെരി ചീപ്പ്. ഉത്തരം, വെരി എക്സ്പെൻസീവ് ആണ്. കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാര്യം വാങ്ങാൻ ഒരു കൈയും ഒരു കാലും കൊടുക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അത്രയും എക്സ്പെൻസീവ് ആണ്, അത്രയും നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നു എന്നുള്ള അർത്ഥം. വെരി എക്സ്പെൻസീവ് ആണ്. കോസ്റ്റ് ആൻഡ് ആം ആൻഡ് എ ലെഗ്.
അപ്പോൾ ഈ 8ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ കണ്ട് നോട്ട് തയ്യാറാക്കുക. ഇതുകൂടാതെ ചാനലിലുള്ള പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് മറ്റ് സബ്ജക്റ്റുകളുടെയും ക്ലാസ്സുകൾ കാണാം. അതെല്ലാം നിങ്ങൾ കണ്ട് നോട്ട് തയ്യാറാക്കുക. കൂടാതെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൽ വരിക. അതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ദിവസം ഫ്രീ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും, ക്വിസുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ. നിങ്ങളുടെ PSC പ്രിപ്പറേഷൻ കുറെ കൂടി ഊർജിതമായി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ Unacademy എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ ഫ്രീ ആയി തന്നെ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും, ഫ്രീ ആയി തന്നെ ലൈവ് ക്വിസുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇതിനൊക്കെ പുറമെ കുറെ കൂടി സിസ്റ്റമാറ്റിക്കായി തയ്യാറാക്കിയിട്ടുള്ള ഒട്ടനവധി കോഴ്സുകളുടെ ഒരു ശേഖരം തന്നെ നിങ്ങൾക്ക് Unacademy പ്ലസ് എന്ന പ്ലാറ്റ്ഫോമിൽ ലഭിക്കും. Unacademy പ്ലസിന്റെ പ്രത്യേകത അവിടെ നിങ്ങൾക്ക് ഓരോ പരീക്ഷയ്ക്കും അനുസൃതമായി സിലബസ് ഓറിയന്റഡ് ആയി തയ്യാറാക്കിയിട്ടുള്ള അനവധി കോഴ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. കേരളത്തിലെ തന്നെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത്. നിങ്ങൾക്ക് മെറ്റീരിയൽസ് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ക്ലാസ്സുകൾ ലൈവായി കാണാൻ സാധിച്ചില്ലെങ്കിൽ അതിന്റെ റെക്കോർഡിംഗ് കാണാൻ സാധിക്കും. ടെസ്റ്റ് സീരീസുകൾ ഒരുപാട് നിങ്ങൾക്ക് അതിൽ ആക്സസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് Unacademy എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ശേഷം എഡ്യൂത്രസ്റ്റ് 10 എന്ന കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഫ്രീ ക്ലാസ്സുകൾ അൺലോക്ക് ചെയ്യുക. പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതേ കോഡ് എഡ്യൂത്രസ്റ്റ് 10 എന്ന കോഡ് ഉപയോഗിക്കാമെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് അവിടെ ലഭിക്കുന്നതാണ്. പ്ലസ് ക്ലാസ്സുകളുടെ പ്രത്യേകത അവിടെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും. അൺലിമിറ്റഡ് കോഴ്സ് മെറ്റീരിയൽസും ക്ലാസ്സസും ആക്സസ് ലഭിക്കും. അൺലിമിറ്റഡ് ആയി ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ക്ലാസ്സിനിടയിൽ തന്നെ എഡ്യൂക്കേറ്ററുമായി ലൈവായി ഇന്ററാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിനൊക്കെ പുറമെ കുറഞ്ഞ സമയം കൊണ്ട് പരീക്ഷയുടെ സിലബസ് കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഒട്ടും മടിക്കണ്ട, പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ Unacademy ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തോളൂ. ബെസ്റ്റ് വിഷസ്.